ഹായ് ഫ്രണ്ട്സ്, രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരാതെ എന്തൊക്കെയോ ആലോചിച്ച് മനസ്സ് പുകയാറുണ്ടോ? കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയും വരാനിരിക്കുന്ന നാളെയെ ഓർത്ത് ഭയപ്പെടുകയും ചെയ്യാറുണ്ടോ? ശ്വാസം മുട്ടിക്കുന്ന അമിത ചിന്തകൾ കാരണം നിങ്ങളുടെ ഇന്നത്തെ സന്തോഷം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ അശാന്തി അവസാനിപ്പിക്കാൻ പ്രപഞ്ചം ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ച ചില വരികളാണിത്. ഈ വീഡിയോ കണ്ട് തീരുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് ഒരു കടൽ പോലെ ശാന്തമാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഒരൊറ്റ വരി പോലും സ്കിപ്പ് ചെയ്യാതെ ഹൃദയം കൊണ്ട് ഇത് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കുന്നത് ചിന്തകൾ കൂടുന്നത് നമ്മുടെ കയ്യിലുള്ള തെറ്റാണെന്നാണ്. എന്നാൽ ഓർക്കുക, ഒഴുകുന്ന വെള്ളത്തിൽ ചെളി കലങ്ങുന്നത് പോലെ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലെ ഈ ചിന്തകൾ. വെള്ളം അനക്കാതെ വെച്ചാൽ ചെളി താഴെ അടിഞ്ഞ് അത് തനിയെ തെളിഞ്ഞു വരും. അതുപോലെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾ അതിനോട് യുദ്ധം ചെയ്യുകയല്ല വേണ്ടത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നു. ആരോ എപ്പോഴോ പറഞ്ഞ ഒരു കുറ്റപ്പെടുത്തൽ ഓർത്ത് നമ്മൾ ദിവസങ്ങളോളം സങ്കടപ്പെടുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ സമാധാനം കളയാൻ ആർക്കും അധികാരം കൊടുക്കരുത്. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കണമെന്ന് ശാഠ്യം പിടിക്കുമ്പോഴാണ് നിരാശയുണ്ടാകുന്നത്. മാറ്റങ്ങൾ ലൈഫിന്റെ നിയമമാണ്. അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക. നിങ്ങളെ വേദനിപ്പിച്ച മനുഷ്യരെയും സാഹചര്യങ്ങളെയും മനസ്സിൽ ചുമന്ന് നടക്കുന്നത് അവസാനിപ്പിക്കുക. കാരണം ആ ഭാരം ചുമക്കുന്നത് വഴി നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ശിക്ഷിക്കുന്നത്. ഒന്നാമതായി, കഴിഞ്ഞുപോയ ഇന്നലകളെ നിങ്ങൾക്ക് ഒരിക്കലും തിരുത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് അന്നങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് ഇന്ന് കരയുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല. രണ്ടാമതായി, വരാനിരിക്കുന്ന നാളെയെക്കുറിച്ച് ഓർത്ത് അമിതമായി ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ ഇന്ന് പേടിക്കുന്ന പല കാര്യങ്ങളും നാളെ സംഭവിക്കാൻ പോകുന്നതേയില്ല. പ്രപഞ്ചത്തിന് നിങ്ങളെക്കുറിച്ച് കൃത്യമായൊരു പ്ലാൻ ഉണ്ട്. അതിൽ പൂർണ്ണമായി വിശ്വസിക്കുക. മൂന്നാമതായി, നിങ്ങളുടെ ജീവിതത്തെ മറ്റാരുമായും താരതമ്യം ചെയ്യാതിരിക്കുക. ഓരോ പൂവും വിരിയുന്നത് അതിൻ്റെതായിട്ടുള്ള സമയത്താണ്. അതുപോലെ നിങ്ങളുടെ സമയവും വരും. നാലാമതായി, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സ് ഒരുപാട് അസ്വസ്ഥമാകുമ്പോൾ കണ്ണുപൂട്ടി ദീർഘമായി ശ്വാസം എടുക്കുക. ഞാൻ സുരക്ഷിതനാണ്, എൻ്റെ മനസ്സ് ശാന്തമാണെന്ന് സ്വയം പറഞ്ഞു കൊടുക്കുക. ഈ നിമിഷം നിങ്ങളുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് ജീവിക്കാൻ ശ്വാസമുണ്ട്, തലചായ്ക്കാൻ ഒരിടമുണ്ട്. ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. എപ്പോഴും പരാതികൾ പറയുന്ന മനസ്സിന് ഒരിക്കലും സമാധാനം കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഉള്ളതിനോട് നന്ദിയുള്ളവരാകാൻ ശീലിച്ചാൽ ലൈഫിലേക്ക് എപ്പോഴും സന്തോഷം ഒഴുകിയെത്തും. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പ്രപഞ്ചത്തിന് പറയാൻ